ഹായ്, നല്ല പഴുത്ത മാങ്ങ കിട്ടുന്ന ടൈമല്ലേ? അപ്പോൾ നമുക്കൊരു മാങ്ങാട ഉണ്ടാക്കിയാലോ? ചക്കട കഴിച്ചിട്ടുണ്ടാവും എല്ലാവരും. നമുക്ക് മാങ്ങാട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ടൊരു 40 മാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് പൂളി കഷ്ണങ്ങളാക്കി നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ മൈദയാണ്. ഗോതമ്പൊടി വേണ്ടവർ ഗോതമ്പൊടി എടുക്കുക. ഇനി ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്. അപ്പോൾ പഞ്ചസാര ഇട്ട് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഏലക്കായ പൊടിഞ്ഞ് കിട്ടും. അതുപോലെ ടിന്നിലിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ എളുപ്പമാണ്. പിന്നീട് ഒരു തേങ്ങ ചിരണ്ടിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ കൊത്താണ്. അപ്പോൾ തേങ്ങ കൊത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരുപാട് വലുപ്പത്തിൽ ആക്കരുത്. അതുപോലെ തന്നെ തീരെ കുനുകുനാന്നാക്കി അരിയരുത്. ഒരു മീഡിയം സൈസ് കൊത്തുകൾ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ നമുക്ക് തേങ്ങ കൊത്തുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 5-6 സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് അളവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ അത്യാവശ്യം കൂടുതൽ പഞ്ചസാര ഇടേണ്ടി വരും. അപ്പോൾ മാങ്ങയുടെ പുളിക്കനുസരിച്ച് പഞ്ചസാര നിങ്ങൾ കൂട്ടിയും കുറച്ചും എടുക്കാം. നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ വെള്ളമല്ല ചേർക്കുന്നത്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് വേവിച്ച് അപ്പം തന്നെ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചൂടായ കാരണം കൈ പൊള്ളും. അപ്പോൾ ഇതൊന്നും എടുത്തിട്ട് ഉടയ്ക്കാനുണ്ട്. വലിയ വലിയ കഷ്ണങ്ങളുണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് അത് നമുക്ക് നമ്മുടെ മാവിലേക്ക് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മാങ്ങ ഇട്ടിട്ട് നല്ല രീതിക്ക് കൈ കൊണ്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. മാങ്ങയുടെ കഷ്ണങ്ങളുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഭയങ്കര വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ മാത്രം ഒന്ന് സ്പൂൺ കൊണ്ട് നല്ല രീതിക്ക് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ തന്നെ അത്യാവശ്യം ബാക്കി എല്ലാ വലിയ കഷ്ണങ്ങളോടൊന്ന് ഉടഞ്ഞ് കിട്ടിക്കോളും. ഇനി ഒരു കയ്യിൽ ഒരുപാട് മാവ് എടുക്കരുത്, എന്നാൽ വളരെ തീരെ കനം കുറച്ച് ഉണ്ടാക്കരുത്. നമ്മൾ വാഴയിലയിൽ അല്ലെങ്കിൽ പട ചുടുന്ന ഇടലടയുണ്ട്, ആ ഇലയിലായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ മാവിട്ട് പരത്തി കൊടുക്കുക. അതുപോലെ ഭയങ്കര ഇലയുടെ എല്ലാ അറ്റത്തേക്ക് ആക്കേണ്ട ആവശ്യമില്ല. പട ചുടും നമുക്കറിയാം, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇലയുടെ എല്ലാ ഭാഗത്തും തുമ്പ് വരെ വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഈ ഒരു കനത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ഈ ഇലയിൽ മാവിട്ട് കൊടുക്കുന്നതിന് മുമ്പ് വെളിച്ചെണ്ണ തൂവി കൊടുക്കണമെന്നൊന്നുമില്ല. നമുക്കത് വെളിച്ചെണ്ണ ഇല്ലെങ്കിലും നമുക്ക് വെന്ത് കഴിയുമ്പോൾ വിട്ട് കിട്ടിക്കോളും. ഇനി ഇതൊരു 3 പീസായിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. അപ്പം മാവ് ഫില്ല് ചെയ്യുമ്പോൾ ഒരുപാട് പുറത്തേക്ക് തുറച്ച് നിൽക്കുന്ന രീതിക്കൊന്നും ഫില്ല് ചെയ്ത് വെക്കേണ്ട. നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ ആവി ഏറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ 3 തട്ടിലായിട്ട് വെക്കേണ്ട. ഒറ്റ തട്ടിൽ തന്നെ തിക്കി നിറച്ച് വെക്കേണ്ട. 3 തട്ടിലായിട്ടാണ് നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇഡ്ഡലി ചെമ്പിൽ ഒരു 20 മിനിറ്റ് നല്ല രീതിക്ക് ആവി വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിവിടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂടായിരിക്കും, അപ്പോൾ നോക്കിയെടുക്കുക. ഇത് അത്യാവശ്യം നല്ലൊരു ഹെൽത്തി സ്നാക്കായിട്ട് നമുക്ക് പറയാം. നമ്മൾ ഈ എണ്ണയിലൊക്കെ പൊരിച്ചെടുക്കുന്ന പലഹാരത്തിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ ഇതിൽ ഈ കളറ് നമ്മൾ ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല. മാങ്ങയുടെ തന്നെ നാച്ചുറലായിട്ടുള്ള കളറാണ് ഇതിലേക്ക് കയറി വന്നേണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. മാങ്ങ സീസൺ തീരുമ്പോഴേക്കും ഒരു പ്രാവശ്യം ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഓക്കെ, ബൈ.